dears, welcome to ACS online class. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആണ്. എന്താണ് പേജ് നമ്പർ 78 ആണ് പഠിക്കാനുള്ളത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പ്രാക്ടീസ് ടൈം ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേജ് നമ്പർ 78 പ്രാക്ടീസ് ടൈം എന്ന ഹെഡിങ് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ഈ ഓരോ ക്വസ്റ്റ്യൻസും നോട്ട്ബുക്കിൽ എഴുതുക. എന്നിട്ട് ഉത്തരം മിസ് പഠിപ്പിച്ചു തരാം. ആ ഉത്തരങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക. തേർഡ് ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക. ഈ എഴുതുന്നതിനെ കൂടുതൽ എല്ലാവരും പഠിക്കണം കേട്ടോ. അതുകൊണ്ടാണ് മിസ് നോട്ട്ബുക്കിൽ എഴുതാൻ പറയുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആമിനാസ് വാട്ടർ ബോട്ടിൽ ഹോൾഡ്സ് 1 liter of water. ആമിനയുടെ വാട്ടർ ബോട്ടിൽ 1 ലിറ്റർ വെള്ളം കൊള്ളുന്നുണ്ട്. She drank 250 ml of water and her friend Govind drank 150 ml. എന്താണ് ആമിനയുടെ വാട്ടർ ബോട്ടിൽ 1 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെയെങ്കിൽ ആമിന 250 ml വെള്ളം കുടിച്ചിട്ടുണ്ട്, ആ കുപ്പിയിൽ നിന്ന് കുടിച്ചിട്ടുണ്ട്. ആമിനയുടെ സുഹൃത്തായ ഗോവിന്ദോ 150 ml വെള്ളവും കുടിച്ചിട്ടുണ്ട്. How much water is left in her bottle? അങ്ങനെയെങ്കിൽ ആ കുപ്പിയിൽ ഇനി എത്ര വെള്ളം മിച്ചമുണ്ടായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ടൈം എന്ന ഹെഡിങ് കൊടുക്കട്ടെ. ആദ്യമേ നമ്മൾ ചാപ്റ്ററിന്റെ പേരൊക്കെ നോട്ട്ബുക്കിൽ എഴുതുക. എന്നിട്ട് പ്രാക്ടീസ് ടൈം എന്ന ഹെഡിങ് കൊടുക്കുക. പേജ് നമ്പർ 78 എന്ന് കൊടുക്കുക. ഈ ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതുക. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1 ആമിനയുടെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതുക. ഇനി മിസ് ആൻസർ പറഞ്ഞുതരാം, അത് നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, നമുക്കറിയാം ആമിനയുടെ ബോട്ടിൽ എത്ര വെള്ളം കൊള്ളുമായിരുന്നു, എത്ര വെള്ളം ഉണ്ടായിരുന്നു? 1 ലിറ്റർ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ml ആണ്. മിസ് പഠിപ്പിച്ചിരുന്നു 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ml ആണ്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഇതാണ്, വാട്ടർ ഇൻ ബോട്ടിൽ. വാട്ടർ ഇൻ ബോട്ടിൽ, വാട്ടറിൽ, ആ ബോട്ടിൽ എത്ര വെള്ളം ഉണ്ടായിരുന്നു? ഓക്കെ, വാട്ടർ ഇൻ ദ ബോട്ടിൽ ആ ക്വസ്റ്റ്യനിലുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ലിറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ml അല്ലേ? ആ കുപ്പിയിലുണ്ടായിരുന്ന വെള്ളം എത്രയാണ്? 1 ലിറ്റർ ആണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ml ആണ്. അപ്പോൾ വാട്ടർ ഇൻ ബോട്ടിൽ ഇസ് ഈക്വൽ ടു 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 1000 ml. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ്, ആമിന ഡ്രിങ്ക്സ്. ഓക്കെ, ആമിന എത്ര കുടിച്ചു, എത്ര ml വെള്ളം കുടിച്ചു? ആമിന ഡ്രിങ്ക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 250 ml. ഓക്കെ, ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു ആമിന കുടിച്ച വെള്ളത്തിന്റെ അളവ് എത്രയാണ്? 250 ml. ഇനി അടുത്ത സെന്റൻസ്, ഗോവിന്ദ് ഡ്രിങ്ക്സ്. ഗോവിന്ദ് എത്ര ml വെള്ളം കുടിച്ചു? ഗോവിന്ദ് ഡ്രിങ്ക്സ് ഇസ് ഈക്വൽ ടു 150 ml. ഓക്കെ, അപ്പൊ ഈ 3 സ്റ്റെപ്പ് എടുക്കാനോ? ഈ 3 കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ ആ ക്വസ്റ്റ്യനിലുള്ളതാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന കുപ്പിയായിരുന്നു. 1 ലിറ്റർ വെള്ളം ആ കുപ്പിയിൽ ഉണ്ടായിരുന്നു. ആമിന 250 ml വെള്ളം കുടിച്ചു, ഗോവിന്ദ് 150 ml വെള്ളം കുടിച്ചു. അങ്ങനെയെങ്കിൽ therefore 3 കുത്ത്. ഓക്കെ, 3 കുത്തല്ലേ, ഇങ്ങനെ 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 3 കുത്ത്. ടോട്ടൽ വാട്ടർ കൺസ്യൂംഡ്. ടോട്ടൽ വാട്ടർ കൺസ്യൂംഡ്, CONSUMED. ആമിനയും ഗോവിന്ദും കൂടെ ചേർന്ന് എത്ര വെള്ളമാണ് കുടിച്ചത്? ടോട്ടലായിട്ട് എത്ര വെള്ളം കുടിച്ചു? അതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. therefore total water consumed is equal to എന്താണ്? 250 plus 150. 250 plus 150 എന്താണ്? നാലാമത്തെ സ്റ്റെപ്പ് ഇതാണ്. therefore total water consumed is equal to 250 plus 150. That is equal to ആഡ് ചെയ്തേ, that is equal to 400 ml. ഓക്കെ, അപ്പൊ ആ കുപ്പിയിലുണ്ടായിരുന്ന 250 150 ml കൂടെ കുടിച്ച് ടോട്ടൽ കുടിച്ച് തീർത്തപ്പോൾ എത്ര ml ആണ് ആ കുപ്പിയിൽ നിന്ന് നഷ്ടമായത്? 400 ml. സത്യല്ലേ? ഞങ്ങളോട് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം എന്താണ്? 400 ml. ആണെങ്കിൽ അടുത്ത സെന്റൻസ്, ഇനി എത്ര വെള്ളം മിച്ചമെന്നാണ് ചോദ്യം. അതല്ലേ എക്സാക്ട് ചോദ്യം, അതല്ലേ? അപ്പൊ therefore water left in her bottle. ആ ആമിനയുടെ കുപ്പിയിൽ എത്ര വെള്ളം മിച്ചമുണ്ടായിരുന്നു? വാട്ടർ ലെഫ്റ്റ് ഇൻ ഹർ ബോട്ടിൽ ഇസ് ഈക്വൽ ടു 1000 minus 400. 1000 ml വെള്ളം ഉണ്ടായിരുന്നു, അതിൽ 2 പേരും കൂടെ 400 ml കുടിച്ചു തീർത്തു. അങ്ങനെയെങ്കിൽ 1000 minus 400 അല്ലെ? 1000 minus 400 എന്താണ്? ഉത്തരം ഒന്ന് ചെയ്ത് നോക്കിക്കേ എല്ലാവരും. 600 ml. ഓക്കെ, അപ്പൊ ആ വാട്ടർ ബോട്ടിലിന് എത്ര വെള്ളം മിച്ചമുണ്ട്? 600 ml. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ മനസ്സിലായോ എല്ലാവർക്കും? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ,
നമ്പർ 2, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി ഈ സ്റ്റെപ്സുകളെല്ലാം ഉൾപ്പെടെ നോട്ട്ബുക്കിൽ എല്ലാവരും എഴുതുക. ഇനി അത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, യൂസഫ് റൺസ് എ ടീ ഷോപ്പ്. യൂസഫിന് ഒരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ. For making a glass of tea, he uses 20 ml of milk. Okay, എന്താണ് ഒരു ഗ്ലാസ് ടീ ഉണ്ടാക്കുക, ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ എന്ത് ചെയ്തു? 20 ml മിൽക്കാണ്, പാലാണ് യൂസഫ് ഉപയോഗിച്ചിരുന്നത്. Yesterday he made 100 glasses of tea. ഇന്നലെ യൂസഫ് കടയിൽ എത്ര 100 ഗ്ലാസ് ചായയാണ് വിറ്റത്. How much milk did he use? അങ്ങനെയെങ്കിൽ എത്ര ml മിൽക്ക് ആയിരിക്കും ആ 100 ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ വേണ്ടി യൂസഫ് ചെലവഴിച്ചത് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയ എല്ലാവർക്കും? യൂസഫ് ഒരു ചായക്കടയുണ്ട്, ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ വേണ്ടി 20 ml മിൽക്കാണ് യൂസഫ് ഉപയോഗിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം കച്ചവടം കൂടുതലായതുകൊണ്ട് 100 ഗ്ലാസ് ചായ വിറ്റു. അങ്ങനെയെങ്കിൽ ആ 100 ഗ്ലാസ് ചായക്ക് വേണ്ടി എത്ര ml ടോട്ടൽ മിൽക്കാണ് യൂസഫ് ചെലവഴിച്ചത് അല്ലെങ്കിൽ ചെലവാക്കിയത് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയല്ലോ. ഇനി മിസ് ആൻസർ വായിക്കാം. ആൻസർ ബോർഡിൽ ക്ലിയർ അല്ലെങ്കിൽ അതുകൊണ്ടാണ് മിസ് റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നത്. എല്ലാവരും ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതുക. ഉത്തരം ഇതാണ്, മിൽക്ക് യൂസ്ഡ് ഫോർ മേക്കിംഗ് 1 glass ഓഫ് ടീ. മിൽക്ക് യൂസ്ഡ് USED, used for making MAKING, making 1 glass of tea. ഒരു ഗ്ലാസ് ടീ ഉണ്ടാക്കാൻ വേണ്ടി എത്ര ml മിൽക്കാണ് ഉപയോഗിച്ചത്? That is equal to 20 ml. Milk used for making 1 glass of tea is equal to 20 ml. ടെക്സ്റ്റ് ബുക്കിലാണ്, ക്വസ്റ്റ്യനിലുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് അല്ലേ. മിൽക്ക് യൂസ്ഡ് ഫോർ മേക്കിംഗ് 100 glasses is equal to 100 ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ വേണ്ടി എത്ര ml പാൽ ഉപയോഗിച്ചു എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മിൽക്ക് യൂസ്ഡ് ഫോർ മേക്കിംഗ് 100 glasses equal to എന്താണ്? ഒരു ഗ്ലാസ് 20 ml ആണെങ്കിൽ 100 ഗ്ലാസ് ഉണ്ടാക്കണം. 100 into 20, that is equal to 100 into 20. 100 into 20 എപ്പോൾ എന്ത് കിട്ടും? 2000 ml. രണ്ടിന്റെ കൂടെ 3 zeros അല്ലെ, 2000 ml. ഓക്കെ, ഒരു ഗ്ലാസ് 20 ml ആണെങ്കിൽ 100 ഗ്ലാസ് 20 + 20 + 20 അങ്ങനെ 100 പ്രാവശ്യം കൂട്ടണം. അങ്ങനെ കൂട്ടുന്നതിനെ കാട്ടി 100 into 20 ചെയ്താൽ പോലെ. 100 into 20 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2000 ml എന്ന് കിട്ടും. 2000 ml എന്ന് വെച്ചാൽ എത്ര ലിറ്റർ ആണ്? 2 ലിറ്റർ ആണ്. നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ml ആണ്. എന്നാൽ 2 ലിറ്റർ എന്ന് പറയുന്നത് 2000 ml ആയിരിക്കത്തില്ലേ? അപ്പോൾ 2000 ml എന്ന് വെച്ചാൽ 2 ലിറ്റർ. അപ്പോൾ 2 ലിറ്റർ പാലാണ് 100 ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ വേണ്ടി യൂസഫ് ചെലവാക്കിയത് അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ക്വസ്റ്റ്യൻ എഴുതി എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുക. ഇനി 3, രാധാസ് ഗ്രാൻഡ്മ ഈസ് ഇൽ. രാധയുടെ ഗ്രാൻഡ് മദറിന് സുഖമില്ല. The doctor gave her a bottle with 200 ml of medicine. ഡോക്ടർ എന്ത് ചെയ്തു? ഒരു ബോട്ടിൽ മെഡിസിൻ കൊടുത്തു. ആ മെഡിസിന്റെ അളവ് എത്രയാണ്? 200 ml ആണ് ആ കുപ്പിയിൽ. She has to take the medicine every morning for 10 days. എല്ലാ ദിവസവും രാവിലെ രാധയുടെ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും അസുഖം മാറും വരെ 10 ദിവസത്തേക്ക് രാവിലെ ആ മരുന്ന് കഴിക്കണം അല്ലെ, കുടിക്കണം. How many milliliters of medicine does she have to take every morning? അങ്ങനെയെങ്കിൽ എത്ര ടോട്ടൽ 200 ml മെഡിസിൻ ഉള്ള ഒരു കുപ്പിയാണ് ഡോക്ടർ കൊടുത്തത്. എല്ലാ ദിവസവും രാവിലെ 10 ദിവസത്തേക്ക് എല്ലാ ദിവസവും എന്താണ് രാവിലെ കുറച്ച് മരുന്ന് കുടിക്കാൻ പറയുന്നത്. അങ്ങനെ എല്ലാ ദിവസവും കുടിക്കുന്ന മരുന്നിന്റെ അളവ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. 10 ദിവസത്തേക്ക് ഡോക്ടർ 200 ml ഒരു കുപ്പി കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, 200 ml മരുന്നിന്റെ ഒരു കുപ്പി കൊടുത്തിരിക്കുക. 10 ദിവസം കൊണ്ട് കുടിച്ചു തീർക്കണം. രാവിലെ ഒറ്റ നേരം രാവിലെ മാത്രം കുടിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും കുടിക്കുന്ന ആ മരുന്നിന്റെ അളവ് എത്രയായിരിക്കും? ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയ നോട്ട്ബുക്കില്. ഇനി മിസ് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാം. In 10 days, Radha's grandma has to take 200 ml of medicine. സത്യല്ലേ? ടെക്സ്റ്റിലെ ആ ഒരു വാക്യം തന്നെയുണ്ട് അല്ലെ. 10 ദിവസത്തിൽ രാധയുടെ ഗ്രാൻഡ് മദർ എന്താണ് 200 ml മെഡിസിൻ കൺസീവ് ചെയ്യണം, അതിലേക്ക് കുടിക്കണം അല്ലെ. 200 ml ബോട്ടിലല്ലേ ഡോക്ടർ കൊടുത്തത്. അപ്പൊ 200 ml എന്താണ് ആ അസുഖം മാറും വരെ 10 ദിവസത്തേക്ക് രാവിലെ കുടിക്കണം.
അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയ ആൻസർ ആയിട്ട് in 10 days Radha's grandma has to take 200 ml of medicine. Okay, 10 ദിവസത്തേക്ക് 200 ml മെഡിസിൻ ആണ് രാധയുടെ ഗ്രാൻഡ് മദർ കഴിക്കേണ്ടത്. So in one day she has to take, so so comma, in one day she has to take is equal to എത്രയാണ് ഒരു ദിവസം അങ്ങനെയെങ്കിൽ രാധയുടെ ഗ്രാൻഡ് മദർ കഴിക്കേണ്ട ഗുളികയുടെ അളവ് എത്രയാണ്, മരുന്നിന്റെ അളവ് എത്രയാണ്? 200 ml divided by 10. 200 ml 10 ദിവസമായി വീതിച്ച് കുടിക്കാനല്ലേ, അപ്പോൾ ഒരു ദിവസം കുടിക്കേണ്ട മരുന്നിന്റെ അളവ് 200 ml divided by 10. 200-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 20 ml എന്ന് കിട്ടും. അപ്പോൾ ഒരു ദിവസം രാവിലെ കുടിക്കേണ്ട മരുന്നിന്റെ അളവ് എത്രയാണ്? 20 ml. ഓക്കെ, നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും നോട്ട്ബുക്കിൽ എഴുതുക, എന്നിട്ടോ അതിൻ്റെ ആൻസേഴ്സ് നോട്ട്ബുക്കിൽ എഴുതുക, വ്യക്തമായി ക്ലിയർ ആയി പഠിക്കുക. ഇനി പേജ് നമ്പർ 79. ഓക്കെ, അതൊന്നുമില്ല. പേജ് നമ്പർ 79 വലിയ കാര്യമായിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ എന്താണ്, നമ്മളിങ്ങനെ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. നമുക്ക് ഇനി പ്രാക്ടീസ് ബുക്ക് പഠിക്കാം. പ്രാക്ടീസ് ബുക്കിൽ ആ ഒരു 4 ക്വസ്റ്റ്യൻസുകളുണ്ട്. ആ 4 ക്വസ്റ്റ്യൻസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ടെക്സ്റ്റ് ബുക്കിലോട്ട് ബാക്കി ഭാഗം പഠിക്കാം. എല്ലാവരും പ്രാക്ടീസ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 47. നമ്മൾ ഈ കാൽക്കുലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ പ്രാക്ടീസ് ബുക്കിലെയും ക്വസ്റ്റ്യൻസ് ചെയ്തു പോയാൽ എന്താണ്, എല്ലാം ഒരുമിച്ച് പഠിച്ചു പോകാൻ സാധിക്കും, എളുപ്പത്തിൽ പഠിച്ചു പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രാക്ടീസ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് എടുത്തേ. പേജ് നമ്പർ 47. ഓക്കെ, എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 375 ml ഓഫ് വാട്ടർ. എന്താണ്, ഒരു ബോട്ടിൽ 375 ml ഓഫ് വാട്ടർ കൊള്ളും അല്ലെ, ഈ 375 ml വെള്ളം കൊള്ളുന്ന ഒരു ബോട്ടിൽ. How many liters of water is required to fill 16 such bottles? അങ്ങനെ ഒരു ബോട്ടിൽ 375 അല്ലെ 375 ml വെള്ളം കൊള്ളും. അങ്ങനെയെങ്കിൽ അതേപോലുള്ള 16 ബോട്ടിൽസിൽ എത്ര ടോട്ടൽ വെള്ളം കൊള്ളും എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു ബോട്ടിൽ 375 ml വാട്ടറാണ്. അങ്ങനെയെങ്കിൽ ഒരേപോലുള്ള മറ്റ് 16 ബോട്ടിലുകളിൽ ടോട്ടൽ എത്ര ml വെള്ളം ടോട്ടലായിട്ടൊന്ന് ആഡ് ചെയ്ത് നോക്കിയത് എങ്ങനെയാണ്? 375 + 375 + 375 അങ്ങനെ 16 പ്രാവശ്യം ആഡ് ചെയ്യേണ്ട വരും അല്ലേ. ഓരോ കുപ്പിയിലും 375 ml വീതം. എളുപ്പമായിട്ട് 375 × 16 ചെയ്താൽ മതിയല്ലോ. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ a bottle can hold is equal to എന്താണ്? 375 ml. ഇനി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ 16 bottles can hold. 16 ബോട്ടിൽസിന് എന്താണ്, 16 ബോട്ടിൽസ് കൊള്ളുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്തായിരിക്കും? 375 × 16 എന്നാണ്. 375 × 16 എങ്ങനെ ചെയ്യും? ആദ്യം നമുക്ക് 6 വെച്ച് അല്ലേ, 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 5 6 എന്താണ്? 5 6 30 ആണ്. 6 5 30 0 3. ഇനി 7 6 എന്താണ്? 6 36 7 6 42 42 + 3 എന്താണ്? 45. 5 എഴുതി 4 മുകളിൽ എഴുതി. ഇനി 6 3 എന്താണ്? 18 കിട്ടി. ആ ക്യാരി 4 ആഡ് ചെയ്ത് കൊടുക്കണം. 18 + 4 എന്താണ്? 22. ഓക്കെ, ഇനി അപ്പോൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 5 എന്താണ്? 1ന്റെ സ്ഥാനം രണ്ടാമതല്ലേ, ടെൻസിന്റെ സ്ഥാനത്തല്ലേ. അപ്പോൾ ടെൻസിന്റെ ആ 5 ഈ ഉത്തരം കിട്ടിയ ഈ 5ന് താഴെടുത്ത് ടെൻസിന്റെ അവിടെ തന്നെ താഴത്ത് എഴുതി കൊടുക്കാം. 1 × 5 5 ആണ്. 1 × 7 7 ആണ്. 1 × 3 3 ആണ്. ഓക്കെ, ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ കിട്ടിയ 2 ഉത്തരങ്ങൾ, ഈ 2 സ്റ്റെപ്പിൽ കിട്ടിയ ഉത്തരങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുകയാണ്. 0ന്റെ കൂടെ ആഡ് ചെയ്യുന്നൊന്നുമില്ല, 0 താഴത്തോട്ട് എഴുതി. ഇനി 5 + 5 എന്താണ്? 10 ആണ്. 10ന് 0 എഴുതി, ക്യാരി 1 മുകളിൽ കൊടുത്തു. ഇനി 1 + 2 3 ആണ്. 3 + 7 എന്താണ്? 10 ആണ്. 0 എഴുതി, മുകളിൽ 1 കൊടുത്തു. 1 + 2 3 ആണ്. 3 + 3 6 ആണ്. അപ്പോൾ 6000 ml എന്ന് കിട്ടും. 6000 ml ആണ് ഉത്തരം. that is equal to 6 ലിറ്റർ എന്ന് എഴുതുക. ഓക്കെ, 6 ലിറ്റർ എന്ന് എഴുതുക. ഞാൻ ഈ മൾട്ടിപ്ലൈ ചെയ്തത് ഓക്കെ 2 ഡിജിറ്റ് നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. ഇത് ഞാൻ പറയുന്നത് കേട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. സ്വന്തമായിട്ടൊരു ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഇതിന്റെ സൈഡിൽ തന്നെ ചെയ്താൽ മതി. സ്വന്തമായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. പാരൻസിന് ഹെൽപ്പോട് കൂടി തന്നെയല്ല. ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ കൃത്യമായി എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കണം നിങ്ങൾ മക്കൾക്ക്.
അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, അതിനെ വേണ്ടിയാണ് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് മിസ് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യുക. സ്വന്തമായിട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മിസ്സിൻ്റെ ഈ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് ശരിയായ ഉത്തരം കണ്ടുപിടിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A vessel contains 1 liter of coconut. 450 ml of it is used for cooking. Find the quantity of remaining oil. ഒരു പാത്രത്തിൽ 1 ലിറ്റർ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ 1 ലിറ്റർ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അതിൽ 450 ml വെളിച്ചെണ്ണ എന്ത് ചെയ്തു? കുക്കിങ്ങിനായിട്ട് ഉപയോഗിച്ചു. അങ്ങനെയെങ്കിൽ ആ കുക്കിങ്ങിന് എത്ര മിച്ചം വെളിച്ചെണ്ണയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ക്വാണ്ടിറ്റി ഓഫ് കോക്കനട്ട് ഓയിൽ ഇസ് ഈക്വൽ ടു 1 ലിറ്റർ ദാറ്റ് ഇസ് ഈക്വൽ ടു 1000 ml. ഓക്കെ, നമുക്ക് ml ചെയ്ത നമുക്ക് 450 ml അല്ലേ കിടക്കുന്നത്. കുപ്പിയുടെ അളവ് 1 ലിറ്ററിലോ 2 യൂണിറ്റ് നമുക്ക് എന്താണ് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരൊറ്റ യൂണിറ്റ് ആക്കി ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് കോക്കനട്ട് ഓയിൽ ഇസ് ഈക്വൽ ടു 1 ലിറ്റർ ദാറ്റ് ഇസ് ഈക്വൽ ടു 1000 ml എന്ന് തന്നെ എഴുതുക. അപ്പോൾ 450 ml ആണ് 1000 ml ആക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് മൈനസ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാം. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് കോക്കനട്ട് ഓയിൽ യൂസ്ഡ്. എത്ര കോക്കനട്ട് ഓയിൽ ആണ് യൂസ് ചെയ്തത്? 450 ml. അവിടെ എഴുതിക്കാനും 450 ml. റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ. റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ അവിടെ എത്രയാണ്? 1000 ml ഉണ്ടായിരുന്ന പാത്രത്തിൽ അല്ലെങ്കിൽ 1 ലിറ്റർ ഉണ്ടായിരുന്ന പാത്രത്തിൽ അത് 450 ml ഉപയോഗിച്ചു. അപ്പം 1000 മൈനസ് 450 ആണ്. ടെക്സ്റ്റിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, ഇൻറ്റു ആണ് കിടക്കുന്നത്, ഇൻറ്റു അല്ല. 1000 മൈനസ് 450. 1000 മൈനസ് 450 ആൻസർ ചെയ്ത് കണ്ടുപിടിച്ച് അവിടെ എഴുതുക. ഓക്കെ, 550 ml എന്ന് കിട്ടും. ഓക്കെ, ഇനി Joy has 2 cows. One of them is 4 liter 500 ml and other 3 liters and 50 ml of milk. ജോയ്ക്ക് 2 പശുക്കളുണ്ട്. അത് ഒരു പശു എത്ര ml പാൽ തരും? 4 ലിറ്റർ 500 ml. എന്ന് വെച്ചാൽ എന്താണ്? 4 ലിറ്റർ 500 ml എന്ന് വെച്ചാൽ ടോട്ടൽ എത്ര ml ആയി? ഒരു പശു 4 ലിറ്റർ 500 ml പാലും തരും. മറ്റേ പശു 3 liters and 50 ml പാലാണ്. 4 ലിറ്റർ 500 ml എന്ന് പറഞ്ഞാൽ എന്താണ്? 4500 ml ആണ് അല്ലേ? എന്താണ് ലിറ്ററിനെ എന്താക്കി? 4000 ml എന്നാക്കി. 500 ml അവിടെ ഉണ്ട്. 4000 പ്ലസ് 500 4500 ml ആണ്. രണ്ടാമത്തെ പശു 3 liters and 50 ml ആണ്. അതിന് 3750 ml എന്ന് എഴുതാം. ഓക്കെ, Joy sold 5 liter to 50 ml of milk and used the balance for house and hold purpose. എന്താണ്? 2 പശുക്കളിൽ നിന്ന് ഇത്ര ml പാല് ജോയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ ഇത്ര ലിറ്റർ പാല് ജോയ്ക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ജോയ് 5 ലിറ്റർ 250 ml ഓഫ് മിൽക്ക് എന്ത് ചെയ്തു? വിൽക്കും. വിറ്റിട്ട് എന്ത് ചെയ്യും? ബാക്കി മിച്ചമുള്ള പാല് വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് യൂസ്ഡ് ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസ്. അങ്ങനെ ജോയ് വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന പാലിന്റെ അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, yield of first cow is equal to 4 liter 500 ml. 4 liter 500 ml that is equal to 4500 ml എന്ന് എഴുതുക. ഫസ്റ്റ് കൗ എത്ര പാല് തരും? 4 liter 500 ml that is equal to 4500 ml. രണ്ടാമത്തെ yield of second cow 3 liter 750 ml that is equal to 2750 ml എന്ന് എഴുതുക. ഇനി ടോട്ടൽ yield ആണെങ്കിൽ ഈ 2 പശുക്കളിൽ നിന്ന് ജോയിന് കിട്ടുന്ന ടോട്ടൽ yield എത്രയായിരിക്കും? ടോട്ടൽ അളവ് എത്രയായിരിക്കും? 4500 ml plus 3750 ml ആഡ് ചെയ്ത് എത്ര എന്ത് കിട്ടും? 8250 ml എന്ന് ആഡ് ചെയ്യുമ്പോൾ കിട്ടും. 8250 ml ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ എങ്ങനെയാണ്? ഡിവൈഡ് ബൈ 1250 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8 ലിറ്റർ 250 ml എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ 8250 ml. അപ്പോൾ ഈ 2 പശുക്കളിൽ നിന്ന് ജോയ്ക്ക് കിട്ടുന്ന ടോട്ടൽ പാൽ എത്രയാണ്? 8 ലിറ്റർ 250 ml ആണ്, അല്ലെങ്കിൽ 8250 ml ആണ്. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് സോൾഡ്. മിൽക്ക് എത്ര ml മിൽക്കാണ് അല്ലെങ്കിൽ എത്ര ലിറ്റർ മിൽക്കാണ് ജോയ് വിൽക്കുന്നത്? 5 ലിറ്റർ 250 ml. അവിടെ എത്തിക്കെല്ലാവരും 5 ലിറ്റർ 250 ml അല്ലെങ്കിൽ 5250 ml ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഇല്ല പ്രാക്ടീസ് ബുക്കിലുണ്ട്. ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് യൂസ്ഡ് ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസ്. അങ്ങനെയെങ്കിൽ ജോയ് എത്ര ml മിൽക്കാണ് അല്ലെങ്കിൽ എത്ര ലിറ്റർ മിൽക്കാണ് ഹൗസ് ഹോൾഡ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 8250 ml മൈനസ് എന്താണ് 5250 ml.
ടോട്ടൽ ഈ 2 പശുക്കളിൽ നിന്ന് 8250 ml കിട്ടും. അതിൽ ഇത്ര ml മിൽക്ക് എന്താണ് വിൽക്കും അല്ലേ? അങ്ങനെയെങ്കിൽ ഈ മിച്ചമുള്ളതാണ് വീട്ടിലത്തേക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീട്ടിലത്തേക്ക് ഉപയോഗിക്കുന്ന ആ പാലിന്റെ അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? 8250 ml മൈനസ് 5250 ml ചെയ്യുക. ഉത്തരം 3000 ml എന്ന് കിട്ടും. that is equal to 3 ലിറ്റർ. വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന മൈനസ് സ്വന്തമായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീട്ടിലത്തേക്ക് ഉപയോഗിക്കുന്ന പാലിന്റെ അളവ് എത്രയായിരിക്കും? 3000 ml അല്ലെങ്കിൽ 3 ലിറ്റർ. Okay, the petrol tank of a bike contains 2 liter 150 ml of petrol. ഒരു ബൈക്കിന്റെ പെട്രോൾ എത്ര, ആ പെട്രോൾ ടാങ്കിൽ എത്ര പെട്രോൾ ഉണ്ടായിരുന്നു? 2 ലിറ്റർ 150 ml അല്ലെങ്കിൽ 2150 ml. 2 ലിറ്റർ 150 ml അല്ലെങ്കിൽ എന്താണ് 2150 ml പെട്രോൾ ഓൾറെഡി ആ ബൈക്കിൽ ഉണ്ടായിരുന്നു അല്ലേ? 2 liter 140 ml of petrol is filled into it. ആ ഓൾറെഡി ഇത്രയും എമൗണ്ട് പെട്രോൾ ആ ബൈക്കിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. എന്നിട്ടോ ഒരാൾ എന്ത് ചെയ്തു? 2 liter 140 ml of petrol is filled into it before starting a journey. ഒരു യാത്ര പോകുന്നതിന് മുൻപായിട്ട് ഒരു മുൻകരുതലായിട്ട് എന്ത് ചെയ്തു? 2 liter 140 ml of petrol പിന്നീടും ആ ടാങ്കിൽ ഫില്ല് ചെയ്ത് അല്ലെ? പിന്നീട് പെട്രോൾ പമ്പിൽ പോയി ആ ടാങ്കിൽ പിന്നെയും പെട്രോൾ അടിച്ചു കൊടുത്തു അല്ലേ? അപ്പോൾ 2 ലിറ്റർ 150 ml പെട്രോൾ ഓൾറെഡി ആ ബൈക്കിൽ ഉണ്ടായിരുന്നു. പിന്നെ യാത്ര പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തു? കുറച്ചുകൂടെ പെട്രോൾ അടിച്ചു കൊടുത്തു അല്ലേ? 2 ലിറ്റർ 140 ml പെട്രോളും കൂടെ ബൈക്കിൽ അടിച്ചു കൊടുത്തു അല്ലേ? After the journey, it is found that the tank contains 675 ml of petrol. അപ്പോൾ യാത്രയെല്ലാം പോയി കഴിഞ്ഞ് വന്നിട്ട് ആ പെട്രോൾ ടാങ്കിൽ ആ ബൈക്കിന്റെ പെട്രോൾ ടാങ്കിൽ ഇനി എത്ര പെട്രോൾ മിച്ചമുണ്ട്? 675 ml പെട്രോളെ മിച്ചമുള്ളൂ. Find the quantity of petrol used for the journey. അങ്ങനെയെങ്കിൽ ആ ഒരു യാത്രയ്ക്ക് വേണ്ടി ചെലവഴിച്ച് പെട്രോളിന്റെ അളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, എളുപ്പമല്ലേ? ക്വാണ്ടിറ്റി ഓഫ് പെട്രോൾ ഇൻ ദ ബിഗിനിങ്. ആദ്യം ആ പെട്രോൾ ടാങ്കിൽ അല്ലെങ്കിൽ ആ ബൈക്കിന്റെ പെട്രോൾ ടാങ്കിൽ എത്ര ml പെട്രോൾ ഉണ്ടായിരുന്നു? 2 ലിറ്റർ 150 ml പെട്രോൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 2150 ml പെട്രോൾ ഓൾറെഡി ഉണ്ടായിരുന്നു. The quantity of petrol filled. ഇനി എത്ര ml അല്ലെങ്കിൽ എത്ര ലിറ്റർ പെട്രോൾ ഫില്ല് ചെയ്ത് കൊടുത്തു? എത്ര രണ്ടാമത് ചെയ്ത് കൊടുത്ത എത്രയാണ്? 2 ലിറ്റർ 140 ml അല്ലെങ്കിൽ 2140 ml. ഓക്കെ, ഇവിടെ എഴുതിയിട്ട് എല്ലാവരും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആ ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര പെട്രോൾ, എത്ര ml ഓഫ് പെട്രോൾ ഉണ്ട് ആ ടോട്ടൽ ഇപ്പോൾ ടാങ്കിൽ? ടോട്ടൽ ക്വാണ്ടിറ്റി ഈക്വൽ ടു എന്താണ്? 2150 ml പ്ലസ് 2140 ml. ആഡ് ചെയ്ത് എല്ലാവരും എന്ത് കിട്ടും? 4290 ml എന്ന് കിട്ടും. അല്ലെങ്കിൽ 4 ലിറ്റർ 290 ml എന്ന് കിട്ടും. അപ്പോൾ യാത്ര പോകുന്നതിന് മുമ്പായിട്ട് ടോട്ടലായിട്ട് ആ പെട്രോൾ ടാങ്കിൽ 4 ലിറ്റർ 290 ml അല്ലെങ്കിൽ 4290 ml പെട്രോൾ ഓൾറെഡി ഉണ്ട്. ക്വാണ്ടിറ്റി ഓഫ് പെട്രോൾ റിമൈനിങ്. ഇനി യാത്ര പോയി കഴിഞ്ഞ് വന്നപ്പോൾ ടോട്ടൽ എത്ര ml പെട്രോൾ ആണ് ആ ടാങ്കിൽ ഉണ്ടായിരുന്നത്? 675 ml. അവിടെ എഴുതിക്കുക എല്ലാവരും 675 ml. അങ്ങനെയെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് പെട്രോൾ യൂസ്ഡ്. അങ്ങനെയെങ്കിൽ ആ യാത്രയ്ക്ക് വേണ്ടി ചെലവഴിച്ച പെട്രോളിന്റെ അളവ് എത്രയാണ്? 4290 മൈനസ് 675 മൈനസ് ചെയ്ത് എന്ത് കിട്ടും? 3615 ml കിട്ടും. സ്വന്തമായിട്ട് മൈനസ് ചെയ്യുക. 3 ലിറ്റർ 615 ml. ഓക്കെ, 3 ലിറ്റർ 615 ml. അപ്പോൾ യാത്രയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് എത്രയാണ്? ടോട്ടൽ ഉണ്ടായിരുന്ന ആ പെട്രോളിൽ നിന്ന് മിച്ചമുണ്ടായിരുന്ന ആ പെട്രോളിന്റെ അളവ് മൈനസ് ചെയ്തല്ലേ? അപ്പോൾ 3 ലിറ്റർ 615 ml എന്ന് കിട്ടും. അല്ലെങ്കിൽ 3615 ml എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ബുക്കിലെ പേജ് നമ്പർ 47 വർക്ക്സിൽ പ്രാക്ടീസ് ബുക്കിൽ പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിലെ ആ വർക്ക് എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് നോട്ട്ബുക്കിലോട്ട് എഴുതിയിട്ട് വേണം. നോട്ട്ബുക്കിൽ തന്നെ ചെയ്താൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മിസ്സിന് മസ്റ്റ് ആയിട്ടുള്ളൊരു ഹോംവർക്ക് അയച്ചു തരണം കേട്ടോ. അങ്ങനെ മിസ്സിനെ കറക്റ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.